നൂറിന് ഇൻഫോടെക് പാലക്കാട് അവതരിപ്പിക്കുന്ന ടാലി പ്രൈം മലയാളം ട്യൂട്ടോറിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഒരു ട്യൂട്ടോറിയലിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇൻവെന്ററി മാസ്റ്റേഴ്സിൽ വരുന്ന സ്റ്റോക്ക് ഐറ്റംസ്, യൂണിറ്റ്, ഗോഡൗൺ എന്നിവയെക്കുറിച്ചാണ്. സ്റ്റോക്ക് ഐറ്റം എന്താണെന്ന് പഠിക്കാം. ഒരു ബിസിനസ്സിനകത്ത് വാങ്ങിക്കുന്ന അല്ലെങ്കിൽ വിൽക്കുന്ന അല്ലെങ്കിൽ ഇൻവെന്ററി മെയിൻറ്റെയിൻ ചെയ്യുന്ന ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഗുഡ്സ് അല്ലെങ്കിൽ പ്രോഡക്ട്സിനെയാണ് സ്റ്റോക്ക് ഐറ്റംസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സ്റ്റോക്ക് ഐറ്റം എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്ന് പഠിക്കാം. സ്റ്റോക്ക് ഐറ്റം ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മാസ്റ്റേഴ്സിൻ്റെ അണ്ടറിൽ ക്രിയേറ്റ് വരുന്ന ഓപ്ഷനാണ് സെലക്ട് ചെയ്യേണ്ടത്. അതിനകത്ത് ഇൻവെന്ററി മാസ്റ്റേഴ്സിൻ്റെ അണ്ടറിൽ സ്റ്റോക്ക് ഐറ്റം പറഞ്ഞൊരു ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ സ്റ്റോക്ക് ഐറ്റം ക്രിയേഷൻ പേജ്. അപ്പോൾ ഇതിനകത്ത് നമ്മുടെ ഐറ്റത്തിൻ്റെ പേരെന്താണോ അത് ഇവിടെ കൊടുക്കാം. അപ്പോൾ ബിസ്ക്കറ്റ് പറഞ്ഞ ഗ്രൂപ്പിൻ്റെ അണ്ടറിലാണ് നമ്മൾ ഈ ഒരു ഐറ്റം ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ബിസ്ക്കറ്റിൻ്റെ എന്തെങ്കിലും പേര് ഇവിടെ കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ പാർലിജി എന്ന് കൊടുക്കുന്നുണ്ട്. ഏലിയസ് നെയിം കൊടുക്കാം വേണമെങ്കിൽ. നെക്സ്റ്റ് വരുന്നത് അണ്ടർ പറയുന്നത് സ്റ്റോക്ക് ഗ്രൂപ്പ്. ഏത് സ്റ്റോക്ക് ഗ്രൂപ്പിൻ്റെ അണ്ടറിലാണ് പാർലിജി പറഞ്ഞ ബിസ്ക്കറ്റ് വേണ്ടത്. ഞാനിവിടെ ബിസ്ക്കറ്റ്സ് നമ്മൾ ഗ്രൂപ്പ് ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, ആ ഗ്രൂപ്പിൻ്റെ അണ്ടറിൽ കൊണ്ടുവന്നിട്ടുണ്ട്. നെക്സ്റ്റ് ഏത് കാറ്റഗറിയിൽ നിന്നാണ്. അപ്പോൾ ഇവിടെ പാർലിജി പറഞ്ഞൊരു ബിസ്ക്കറ്റ് സ്മോൾ പാക്കറ്റ്സ് ആവാം, അല്ലെങ്കിൽ മീഡിയം പാക്കറ്റ്സ് ആവാം, ലാർജ് പാക്കറ്റ്സ് ആവാം. അപ്പോൾ ഈ പാക്കറ്റ്സ് മീഡിയം, സ്മോൾ, ലാർജ് എന്ന് 3 ഓപ്ഷനിലാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ അത് നമ്മുടെ കാറ്റഗറി ലിസ്റ്റിന് സെലക്ട് ചെയ്യണം. അപ്പോൾ ഇവിടെ നമുക്കത് കാണുന്നില്ല. അപ്പോൾ പുതിയ കാറ്റഗറി നമുക്ക് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഒന്നെങ്കിൽ ഈ ക്രിയേറ്റ് പറഞ്ഞൊരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം, അല്ലെങ്കിൽ ഓൾട്ട് സി പ്രസ് ചെയ്താൽ മതി. അപ്പോൾ ഞാനിവിടെ ക്രിയേറ്റിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ സ്റ്റോക്ക് കാറ്റഗറി ക്രിയേഷൻ പേജിനകത്ത് തന്നെയാണ് പോകുന്നത്. അപ്പോൾ ഇവിടെ കാറ്റഗറി നെയിം ഞാൻ സ്മോൾ എന്ന് കൊടുക്കുന്നുണ്ട്, ജസ്റ്റ് ഒന്ന് സേവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ സ്മോൾ പറയുന്ന കാറ്റഗറി ഇവിടെ ഓട്ടോമാറ്റിക്കായി വരുന്നതായിരിക്കും. നെക്സ്റ്റ് പറയുന്നത് യൂണിറ്റ് ആണ്. അപ്പോൾ യൂണിറ്റ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നത് ഞാൻ നെക്സ്റ്റ് പറയുന്നുണ്ട്. അപ്പോൾ ഇവിടുന്ന് ഞാൻ തൽക്കാലം ഒരു ഏതെങ്കിലും യൂണിറ്റ് എടുക്കുന്നുണ്ട്. ഇതിപ്പോൾ ഇതിന് ബിസ്ക്കറ്റ്സിന് വേണ്ട യൂണിറ്റ് ഇല്ല, ഞാൻ ജസ്റ്റ് ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യുന്നുണ്ട്. എന്നിട്ട് സേവ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ബിസ്ക്കറ്റിൻ്റെ അണ്ടറിൽ വരുന്ന പാർലിജി പറഞ്ഞൊരു ബിസ്ക്കറ്റ്, അതായത് സ്റ്റോക്ക് ഐറ്റം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി ക്രിയേറ്റ് ചെയ്ത സ്റ്റോക്ക് ഐറ്റം നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഓൾട്ടറിൽ പോവാം. അതിൽ സ്റ്റോക്ക് ഐറ്റം സെലക്ട് ചെയ്യാം. ഇവിടെ നമ്മുടെ പാർലിജി പറഞ്ഞ സ്റ്റോക്ക് ഐറ്റം കാണുന്നുണ്ട്. അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേണ്ട ഓൾട്ടറേഷനൊക്കെ ഇതിനകത്ത് ചെയ്യാവുന്നതാണ്. ഇനി ഈ പാർലിജി പറഞ്ഞൊരു ഐറ്റം നമുക്ക് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഡിലീറ്റ് പറഞ്ഞൊരു ഓപ്ഷനകത്തുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഓൾട്ട് ഡി പ്രസ് ചെയ്താലും മതി. ഇവിടെയും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ഐറ്റം ഡിലീറ്റ് ചെയ്യണമെങ്കിൽ അത് വേറെ ഏതെങ്കിലും ട്രാൻസാക്ഷൻസിൽ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ ആ ഒരു ട്രാൻസാക്ഷൻ ഡിലീറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ ഇവിടെ സ്റ്റോക്ക് ഐറ്റം ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ നമുക്ക് എനേബിൾ ആവുകയുള്ളൂ. അപ്പോൾ നമ്മൾ പാർലിജി പറയുന്നത് പുതിയതായി ക്രിയേറ്റ് ചെയ്തുകൊണ്ടാണ് നമുക്കിവിടെ ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കാണുന്നത്. അപ്പോൾ ഈ ഒരു ഐറ്റം വന്നിട്ട് നമ്മൾ ട്രാൻസാക്ഷൻസിൽ എവിടെയെങ്കിലും യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഡിലീറ്റ് ചെയ്തതിന് ശേഷമേ ഇവിടെ വന്ന് ഡിലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഡിലീറ്റ് ക്ലിക്ക് ചെയ്യാം, യെസ് കൊടുക്കാം. അപ്പോൾ ആ ഒരു പാർലിജി പറഞ്ഞൊരു സ്റ്റോക്ക് ഐറ്റം ഡിലീറ്റ് ആയി ഉണ്ടാവും. അപ്പോൾ ഞാനവിടെ ഡിലീറ്റ് ചെയ്യുന്നില്ല, നോ കൊടുക്കുന്നുണ്ട്. നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് യൂണിറ്റ് ക്രിയേഷനെ കുറിച്ചിട്ടാണ്. യൂണിറ്റ് എന്ന് പറയുന്നത് ഇൻവെൻട്രിനകത്തുള്ള ഐറ്റം അല്ലെങ്കിൽ പ്രൊഡക്ട്സിൻ്റെ ക്വാണ്ടിറ്റീനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു യൂണിറ്റ് ഓഫ് മെഷർമെൻ്റ് ആണ്. അപ്പോൾ ഇതെങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്ന് നോക്കാം. യൂണിറ്റ് ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ക്രിയേറ്റ് പറഞ്ഞ ഓപ്ഷനകത്തു നിന്നും യൂണിറ്റ് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്യാം. ഈ കാണുന്നതാണ് യൂണിറ്റ് ക്രിയേഷൻ പേജ്. ഇതിനകത്ത് ഫസ്റ്റ് ഓപ്ഷൻ പറയുന്നത് ടൈപ്പാണ്. ടൈപ്പ് വന്നിട്ട് 2 ഉണ്ട്, ഒന്ന് സിമ്പിളും കോമ്പൗണ്ടും. സിമ്പിൾ പറഞ്ഞാൽ നമ്മൾ നോർമലായി യൂസ് ചെയ്യുന്ന യൂണിറ്റ്സ്, kg, ലിറ്റർ, പാക്കറ്റ്സ്, നമ്പേഴ്സ് എന്നൊക്കെ പറയുന്നത്. കോമ്പൗണ്ട് പറയുന്നത് 2 യൂണിറ്റ്സ് ആണ് അതിനകത്ത് വരിക. അതായത് ഇപ്പോൾ 12 നമ്പർ പറയുന്നത് നമ്മൾ ഒരു ഡെസിനായിട്ട് കാൽക്കുലേറ്റ് ചെയ്യും.
ചില കമ്പനീസിൽ വന്നിട്ട് 24 പാക്കറ്റ്സിൻ്റെ ഒരു ബോക്സ് അവർ കാൽക്കുലേറ്റ് ചെയ്യും. 24 പാക്കറ്റ്സ് പറയുന്നത് ഒരു ബോക്സ്. അപ്പോൾ 12 നമ്പർ പറയുന്നത് ഒരു ഡസൻ പറയുമ്പോൾ അതിൽ ഡസൻ പറഞ്ഞ യൂണിറ്റും വരുന്നുണ്ട്, നമ്പർ പറഞ്ഞ യൂണിറ്റും വരും. അതുപോലെ 24 പാക്കറ്റ്സ് പറയുന്നത് ഒരു ബോക്സ് എന്ന് പറയുമ്പോൾ ബോക്സ് പറയുന്ന യൂണിറ്റും വരുന്നുണ്ട്, പാക്കറ്റ്സ് പറഞ്ഞ യൂണിറ്റും വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നമുക്ക് കൊടുക്കുന്നതിനാണ് കോമ്പൗണ്ട് യൂണിറ്റ്സ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് സിമ്പിൾ യൂണിറ്റ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ നോക്കാം. ഇപ്പോൾ ടൈപ്പിൻ്റെ അവിടെ സിമ്പിൾ സെലക്ട് ചെയ്യാം. സിമ്പിൾ പറയുന്ന അവിടെ നമ്മളിപ്പോൾ ഞാനൊരു ബോക്സ് ആണ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാനൊരു BX എന്ന് കൊടുക്കാം ബോക്സിന്. അപ്പോൾ അതിന് ഫോർമൽ നെയിം ചോദിക്കുന്നുണ്ട്, അപ്പോൾ ഞാൻ ബോക്സ് എന്ന് കൊടുത്തു. അതുപോലെ യൂണിറ്റ് ക്വാണ്ടിറ്റി കോഡ് പറയുന്നത് ഇതിനകത്ത് ബോക്സ് ഉണ്ടാകുന്ന നോക്കാം. ബോക്സ് ഉണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്ത് കൊടുക്കാം. അതുപോലെ നമ്പർ ഓഫ് ഡെസിമൽ പ്ലേസസ് ചോദിക്കുന്നുണ്ട്. അതായത് ഇപ്പോൾ 1 kg ഷുഗർ അല്ലെങ്കിൽ 1.5 kg ഷുഗർ പറയുമ്പോൾ അവിടെ 1.5 1.50 വരുന്നത്. അത് പോയിന്റിന് ശേഷം 2 ഡെസിമൽ പോയിന്റ് വരും. അപ്പോൾ അതിന് ഡെസിമൽ പ്ലേസസിന് കൊടുക്കാനാണ് ഈ ഒരു ഓപ്ഷൻ ചോദിക്കുന്നത്. അപ്പോൾ kg ഒക്കെ ആണെങ്കിൽ നമുക്ക് ഇവിടെ ആണെങ്കിൽ നമ്പർ ഓഫ് ഡെസിമൽ പ്ലേസസ് പറയുന്നത് 2 ഒക്കെ ആക്കി സെറ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ ബോക്സ് പറയുമ്പോൾ നമ്മൾ 1.5 ബോക്സ് അങ്ങനെ പറയില്ല. അപ്പോൾ ബോക്സ് ആയിട്ട് തന്നെ നോക്കുന്നുള്ളൂ. അപ്പോൾ ഇവിടെ ഡെസിമൽ പ്ലേസസ് നമ്മൾ സെറ്റ് ചെയ്യുന്നില്ല, 0 തന്നെ കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ബോക്സ് പറഞ്ഞ യൂണിറ്റ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇങ്ങനെയാണ് സിമ്പിൾ യൂണിറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഞാൻ കോമ്പൗണ്ട് യൂണിറ്റാണ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ടൈപ്പ് പറയുന്നത് കോമ്പൗണ്ട് ആക്കണം. അപ്പോൾ ഇവിടെ നമ്മളൊരു 24 പാക്കറ്റ്സിൻ്റെ ഒരു ബോക്സ് ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ ആദ്യം ഇവിടെ ഫസ്റ്റത്തെ യൂണിറ്റ് സെലക്ട് ചെയ്യണം. അപ്പോൾ അതിന് പാക്കറ്റ്സ് സെലക്ട് ചെയ്യാം. അപ്പോൾ എന്താ എത്ര പാക്കറ്റ്സ് നമ്മൾ 24 പാക്കറ്റ്സ് ആണ് ഒരു ബോക്സ് ആയിട്ട് ചെയ്യാൻ പോകുന്നത്. ജസ്റ്റ് എൻ്റർ കൊടുക്കാം. ഇവിടെ വന്നിട്ട് ബോക്സ് എടുക്കാം. ഇതിൻ്റെ അർത്ഥം എന്താണ്? 24 പാക്കറ്റ്സ് പറയുന്നത് ഒരു ബോക്സാണ്. സേവ് ചെയ്യാം. അപ്പോൾ ഇനി നമുക്ക് ഇതിനകത്ത് ക്രിയേറ്റ് ചെയ്യാനുണ്ടെങ്കിൽ വീണ്ടും കൊടുക്കാം. അപ്പോൾ ഇത് യൂണിറ്റ് എങ്ങനെ ഓൾട്ടർ ചെയ്യാൻ നോക്കാം. അതിന് വേണ്ടിയിട്ട് ഓൾട്ടർ സെലക്ട് ചെയ്യാം. ഇതിനകത്ത് യൂണിറ്റ് സെലക്ട് ചെയ്യാം. അപ്പോൾ ഇത്രയും യൂണിറ്റ്സ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ലാസ്റ്റ് ക്രിയേറ്റ് ചെയ്താണ് ബോക്സും പാക്കറ്റ്സ് ഓഫ് 24 ബോക്സ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഇതിന് വല്ല അപ്ഡേഷനോ അല്ലെങ്കിൽ എഡിറ്റോ ചെയ്യാനുണ്ടെങ്കിൽ അത് ചെയ്തതിന് ശേഷം ആക്സെപ്റ്റ് ചെയ്യാം. ഇപ്പോൾ ഈ ഒരു യൂണിറ്റ് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഡിലീറ്റ് വരുന്ന ഓപ്ഷനിൽ പോയിട്ട് യെസ് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ആ ഒരു യൂണിറ്റ് ഡിലീറ്റ് ചെയ്തിട്ടുണ്ടാവും. നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഗോഡൗണിനെ കുറിച്ചിട്ടാണ്. ഒരു ബിസിനസ്സിലെ ഇൻവെൻട്രി ഐറ്റംസ് സ്റ്റോർ ചെയ്യുന്ന ഫിസിക്കൽ ലൊക്കേഷൻ അല്ലെങ്കിൽ വെയർ ഹൗസിനെയാണ് നമ്മൾ ഗോഡൗൺ എന്ന് പറയുന്നത്. അപ്പോൾ ഗോഡൗൺ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ നോക്കാം. ഗോഡൗൺ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാസ്റ്റേഴ്സിന് അണ്ടറിലുള്ള ക്രിയേറ്റ് ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഇൻവെൻട്രി മാസ്റ്റേഴ്സിന് അണ്ടറിൽ ഗോഡൗൺ സെലക്ട് ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഗോഡൗൺ ക്രിയേഷൻ പേജ്. ഇതിനകത്ത് ഗോഡൗണിൻ്റെ പേര് കൊടുക്കാം. ഞാനിവിടെ ഗോഡൗൺ 1 കൊടുക്കുന്നുണ്ട്. എൻ്റർ അടിക്കാം. ഈ ഗോഡൗൺ 1 പറയുന്നത് ഏതിൻ്റെ അണ്ടറിലാണ് ചോദിക്കുന്നത്. നമ്മൾ പ്രൈമറി ആണെങ്കിൽ പ്രൈമറിയായിട്ട് സെറ്റ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്കൊരു 3 ഗോഡൗൺസ് ഉണ്ട്, അതിൻ്റെ ഏതെങ്കിലും അണ്ടറിൽ വേണമെങ്കിൽ അതും സെറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ മെയിൻ ലൊക്കേഷൻ കൊടുക്കുകയാണെങ്കിൽ അത് സെലക്ട് ആവും. അത് സേവ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെയാണ് ഗോഡൗൺ ക്രിയേറ്റ് ചെയ്യുന്നത്. ഗോഡൗണിൽ നമുക്ക് ഓൾട്ടർ ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഓൾട്ടർ പറഞ്ഞ ഓപ്ഷനാണ് സെലക്ട് ചെയ്യേണ്ടത്. ഇതിനകത്ത് ഗോഡൗൺ സെലക്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ ഗോഡൗൺ 1 ആണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തത്. അപ്പോൾ ഇതിൽ വല്ല എഡിറ്റിംഗ് ചെയ്യണമെങ്കിൽ അത് അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം സേവ് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഡിലീറ്റ് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഡിലീറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഇൻവെൻട്രി മാസ്റ്റേഴ്സിനകത്ത് വരുന്നത് സ്റ്റോക്ക് ഐറ്റം, അതുപോലെ യൂണിറ്റ്, ഗോഡൗൺ ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്നതും ഓൾട്ടർ ചെയ്യുന്നതും ഡിലീറ്റ് ചെയ്യുന്നതും. നമ്മളിപ്പോൾ സ്റ്റോക്ക് ഐറ്റംസ് അതുപോലെ ഗോഡൗൺസ് ഒക്കെ ഓരോന്നാണ് ക്രിയേറ്റ് ചെയ്തത്. അതേസമയം നമുക്ക് ഒന്നിൽ കൂടുതൽ സ്റ്റോക്ക് ഐറ്റംസ് അല്ലെങ്കിൽ ഗോഡൗൺസ് ഒക്കെ അറ്റ് എ ടൈം ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ അത് ചാർട്ട്സ് ഓഫ് അക്കൗണ്ട്സിൽ പോയിട്ട് ക്രിയേറ്റ് ചെയ്താൽ മതി. അപ്പോൾ അതെങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ നോക്കാം. ചാർട്ട്സ് ഓഫ് അക്കൗണ്ട്സിനകത്ത് ഏത് മാസ്റ്ററാണോ നമുക്ക് മൾട്ടിപ്പിൾ ആയിട്ട് ക്രിയേറ്റ് ചെയ്യേണ്ടത് ആ മാസ്റ്റർ സെലക്ട് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ സ്റ്റോക്ക് ഐറ്റം സെലക്ട് ചെയ്യുന്നു. ഇതിനകത്ത് മൾട്ടി മാസ്റ്റർ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാം. മൾട്ടി ക്രിയേറ്റിൽ പോവാം. അപ്പോൾ ഇവിടെ അണ്ടർ ഗ്രൂപ്പ് പറയുന്നത് ഓൾ ഐറ്റംസ് വരുന്നുണ്ട്. ഓൾ ഐറ്റംസ് പറഞ്ഞാൽ ഇപ്പോൾ നമ്മളിവിടെ ബിസ്ക്കറ്റ്സ് അതുപോലെ ജ്യൂസ് പറഞ്ഞ ഫ്രൂട്ട്സ് പറഞ്ഞ കുറേ ഐറ്റംസ് ഉണ്ട്, ഗ്രൂപ്പ്സ് ഉണ്ട്. അപ്പോൾ ആ ഗ്രൂപ്പ്സ് എല്ലാം നമുക്ക് ഇതിനകത്ത് കൊണ്ടുവരാവുന്നതാണ്.
അതേസമയം നമ്മൾ ബിസ്ക്കറ്റിന് മാത്രം എടുക്കുകയാണെങ്കിൽ ഇവിടെ നമ്മൾ എന്താണോ പേര് കൊടുക്കുന്നത് അത് ബിസ്ക്കറ്റിൻ്റെ അണ്ടറിൽ ഓട്ടോമാറ്റിക്കായിട്ട് പോകും. ഞാനിവിടെ ഓൾ ഐറ്റം സെലക്ട് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഇവിടെ ഒരു ബിസ്ക്കറ്റിൻ്റെ പേര് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ബോർബോൺ കൊടുക്കുന്നുണ്ട്. ബോർബോൺ പറയുന്നത് ബിസ്ക്കറ്റ്സിൻ്റെ അണ്ടറിലാണ് വരിക. ബിസ്ക്കറ്റ്സ് കൊടുത്തു. അത് പാക്കറ്റ്സ് ആണ്. നെക്സ്റ്റ് ഞാനിവിടെ ഗ്രേപ്സ് എന്ന് കൊടുക്കുന്നുണ്ട്. ഗ്രേപ്സ് എന്ന് പറയുന്നത് ഫ്രൂട്ട്സിൻ്റെ അണ്ടറിൽ വരിക. ഫ്രൂട്ട്സ് സെലക്ട് ചെയ്യുന്നു. അത് kgയിലാണ് വരിക. അപ്പോൾ ഇതുപോലെ നമുക്ക് എത്ര വേണമെങ്കിലും അറ്റ് എ ടൈം കൊടുത്തിട്ട് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ലിസ്റ്റ് കഴിഞ്ഞതിന് ശേഷം രണ്ടും കൂടി അടിച്ചിട്ട് ആക്സെപ്റ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ബോർബോൺ ഗ്രേപ്സ് എന്നൊക്കെ പറയുന്നത് അവിടെ ആഡ് ആയിട്ടുണ്ടാവും. ഈ ഒരു ട്യൂട്ടോറിയൽ കണ്ടതിന് എല്ലാവർക്കും നന്ദി. കൂടുതൽ ഇൻറ്ററാക്റ്റീവ് ക്ലാസ്സുകൾക്കും മറ്റു വിവരങ്ങൾക്കും താഴെ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഇതുപോലത്തെ കൂടുതൽ വീഡിയോസ് കാണുവാനായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്.